ടിവിയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഈ വിധത്തിലുള്ള സഹകരണം ഞങ്ങൾ കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ വലിയ ദാസി സിസ്റ്റർ ഷൈനി ജോജിയാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സന്തോഷമായിരിക്കുന്നുവോ? കൃപയാൽ സന്തോഷം. ഓക്കെ, കർത്താവിന്റെ ദാസി, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ കർത്താവിനെ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആ കർത്താവിന്റെ ദാസിയുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിച്ചാൽ ഹല്ലേലൂയ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനുള്ള എല്ലാ ദൈവകൃപയും കൊടുത്താട്ട് കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹമായി തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ഞങ്ങളോടൊപ്പം? ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്ട് റാന്നിക്കടുത്ത് ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലം. ആമേൻ. ഓക്കെ, കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്താട്ടെ. ദൈവനാമത്തിന്റെ മഹത്വം. ഇന്ന് പകൽക്കാലം ഈ ജോയ്സ് ടിവിയിലുള്ള സഹോദരങ്ങളോട് ഒരുമിച്ച് എന്റെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു അവസരം കർത്താവ് എന്റെയും ജീവിതത്തിൽ അവസരം ഒരുക്കി തന്നു. അകൃപയ്ക്കാ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ഈ ജോയ്സ് ടിവിയിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവിന്റെ ഉള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലും വർദ്ധിക്കുവാനും ഇന്നും മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് ഉള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം അതിന്റെ 32-33 വാക്യങ്ങൾ. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു. യഹോവ അവനെ അവന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല. പലപ്പോഴും എന്റെ ജീവിതത്തിലെ അനുഭവത്തോട് ചേർന്നുള്ള ഒരു വചനമാണ്. ദുഷ്ടനായവൻ പലപ്പോഴും തന്റെ നീതിമാന്മാരെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു, എന്നാൽ കർത്താവ് അവന്റെ കരങ്ങളിൽ നമ്മളെ വിട്ടുകൊടുക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഉള്ളതുപോലെ എന്റെ കർത്താവ് എന്റെ പ്രാണനെയും ദൈവം വിടുവിച്ചു. ആ വിശ്വാസത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്രായത്തിലെ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. അഞ്ചലിന്റെ അടുത്ത് പുല്ലാഞ്ഞിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്നു. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്നുള്ളത് കർത്താവിന്റെ നിയോഗമാകിയാൽ പലപ്പോഴും ദേവദാസന്മാരിലൂടെ എന്നോട് ദൈവാലോചനകൾ പറഞ്ഞു. ഞാൻ ഉന്നതമായ വിദ്യാഭ്യാസം നേടുവാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അവിടെയും ദൈവത്തിന്റെ ആത്മാവ് അത് ആഗ്രഹിച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ പ്രീ ഡിഗ്രിക്ക് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് ഒരിക്കലും ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു കർത്താവിന്റെ ദാസിയിലൂടെ എന്നോട് ഇങ്ങനെ ആലോചന പറയുവാനായിട്ട് ഇടയായി. നീ ഇവിടെ ഫെയിൽ ആകും, നീ ഇനി മുന്നോട്ട് പഠിക്കുകയില്ല, എന്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങേണ്ടതുണ്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു. ഞാൻ ആ ദൈവിക ആലോചന കേട്ടപ്പോൾ കർത്താവെ, എന്നെ കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഒത്തിരി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഭയങ്കര നിരാശയായിട്ട് എനിക്ക് തോന്നി. ഞാൻ പിന്നെയും റീ എക്സാം എഴുതാനായിട്ട് ഞാൻ കടന്നുപോയി. ദൈവമക്കളെ, ദൈവാലോചന എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫെയിൽ ആകുവാൻ, ഒറ്റ വിഷയത്തിന്റെ മേലെ ഞാൻ ഫെയിൽ ആകുവാനായിട്ട് ഇടയായി. എന്നാൽ ഞാൻ പിന്നെയും എക്സാം എഴുതി. അവിടെയും ദൈവാലോചന പിന്നെയും എന്നോട് പറഞ്ഞു, നീ ഇനിയും എഴുതി ശ്രമിക്കേണ്ട, അതിന് വേണ്ടിയിട്ട് നീ എക്സാമിൽ പാസ്സാകുകയില്ല എന്ന് എന്നോട് പറയുവാനായിട്ട് ഇടയായി. ഞാൻ വളരെയധികം വേദനയോടെ ആയിരുന്നു. ഞാൻ ദൈവത്തോടെ നീരസപ്പെട്ടതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു ഞാൻ ആ സമയത്ത്. യൗവനകാലമാണ് ആ സമയത്ത്. കാരണം എന്റെ കൂട്ടുകാരൊക്കെയും ജയിച്ച് ഉന്നതമായ വിദ്യാഭ്യാസങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്ക് മാത്രം അതിന് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് വളരെയധികം പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതം അതല്ലായിരുന്നു. പലപ്പോഴും ദൈവദാസന്മാരിലൂടെയും ദൈവാലോചനയിലൂടെയും എന്നോട് തന്നെയും കർത്താവ് ദർശനത്തിലൂടെയും എന്നോടും സംസാരിച്ചത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങണമെന്നാണ്. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനായിട്ട് ആഗ്രഹിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു കർത്താവിന്റെ ദാസനുമായിട്ട് എന്റെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി.
20ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടന്നു. അന്ന് മുതൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. എന്നാൽ ഞാൻ കർത്താവിന്റെ വേലയെ കുറിച്ച് ചിന്തിച്ചതുപോലെ ഒന്നും അല്ലായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. എൻ്റെ ഭവനം വെറും ചെറിയൊരു ഭവനമാണ്. എൻ്റെ അപ്പൻ ഒരു കൂലിപ്പണിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ എന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു വസ്ത്രത്തിനോ ഒരു മുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. അന്ന് കർത്താവിന്റെ ദാസൻ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് ആരക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നൊരു പുതിയ വർക്കാണ്. ആ വർക്കില് ആയിരിക്കുന്ന സമയത്ത് വിവാഹം നടന്നു. ആ സമയത്ത് കല്യാണം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ഒരു ഒറ്റ റൂമും ഒരു അടുക്കളയുമുള്ള ഒരു സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ചിന്തിച്ചതുപോലെ ഒന്നുമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോ ഭക്ഷണമില്ല ഒരവസ്ഥ. കർത്താവിന്റെ ദാസന്റെ കരങ്ങളിൽ 1 രൂപ എടുക്കുവാനില്ലാത്തൊരവസ്ഥ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നും വരുന്നതെന്ന്. കാരണം വിവാഹം കഴിഞ്ഞ ആ നാളുകളാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ കാശ് കാണും. മറ്റുള്ളവർ പറയുന്നത് പോലെ ഹണിമൂൺ ട്രിപ്പ് പോകുന്നുണ്ടാവും. ദേശത്തെ മറ്റുള്ളവർക്കൊക്കെ പോയി കാണാനും ഒക്കെയുള്ള അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അതിനെല്ലാം വിപരീതമായിട്ടുള്ള അവസ്ഥകളാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നത്. 2 ദിവസം കഴിഞ്ഞു ഭക്ഷണമില്ലാത്ത അവസ്ഥ. ഞാൻ രാവിലെ കർത്താവിന്റെ ദാസൻ ട്രാക്റ്റുമായിട്ട് പുറപ്പെട്ടു പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് സുവിശേഷ വേല, കർത്താവിന്റെ നാമത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ, പ്രാർത്ഥിക്ക് ഇവിടെ ഇരുന്ന്, കർത്താവ് വഴി നടത്തുമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് കർത്താവിന്റെ ദാസൻ അവിടെ നിന്ന് സൈക്കിളുമായിട്ട് ട്രാക്റ്റുമായി കടന്നുപോയി. ദൈവമക്കളെ, രാവിലെ സമയം പോയ മനുഷ്യൻ വരുന്നത് 2 മണിക്ക് വരുമ്പോൾ ഒന്നുമില്ലാത്തവനായി. എന്നാൽ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞ് പോയ വഴിക്ക് പല ഭവനങ്ങളിലും കത്തോലിക്കരുടെ ഭവനങ്ങളാണ് അവിടെ കൂടുതലും ഉള്ളത്. അവിടെ ഭവനങ്ങളിൽ പലയിടത്തും കർത്താവിന്റെ ദാസനെ ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അവിടെ പയറ് വിശന്നിരിക്കുന്നത് കണ്ട് കർത്താവിന്റെ ദാസൻ ഒന്നും കഴിക്കാതെ ഭവനത്തിലേക്ക് തിരികെ വന്നു. മടങ്ങി വന്നിട്ട് എന്നോട് വരുന്നതിന് ഒരു മണിക്കൂർ മുന്നമേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഭവനത്തിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് അടിയായി ഞാൻ മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കർത്താവെ, തുടക്കം മുതലേ എൻ്റെ ജീവിതത്തിൽ ഇതാണോ സംഭവിക്കുന്നത്, എന്താ എനിക്ക് അറിയില്ല. കർത്താവെ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ വേവലാതിപ്പെട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പട്ടിണി എന്താന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ ഇത് എന്താ കർത്താവ്, എൻ്റെ ഭവനത്തിൽ ഭക്ഷണമില്ലല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കതകിന് മുട്ടി വിളിച്ചിട്ട് ഒരു പോസ്റ്റ്മാനാണ് കടന്നു വന്നിരിക്കുന്നത്. പോസ്റ്റ്മാൻ കടന്നു വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പാസ്റ്റർ വരുന്ന സമയത്ത് പെട്ടെന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് വരാൻ പറയണം, ഒരു സ്പീഡ് പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നു. എന്താണെന്നൊന്നും അറിയത്തില്ല. സ്പീഡ് പോസ്റ്റിൽ എന്താ പലപ്പോഴും പുസ്തകങ്ങളും അതും ഇതൊക്കെ അല്ലേ വരാറുള്ളത്. ഇപ്പൊ ഞാൻ അത്രമാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസന് 2 മണി സമയമായപ്പോ വന്ന് അകത്ത് കയറുന്നതിന് മുന്നമേ ഞാൻ പറഞ്ഞു, പോസ്റ്റ്മാൻ അത്യാവശ്യമായിട്ട് പോസ്റ്റ് ഓഫീസിൽ വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട പാടെ കയ്യിലൊന്നുമില്ല. അപ്പോ തന്നെ അതേ പാടെ പെട്ടെന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് കടന്നുപോയി. പോസ്റ്റ് ഓഫീസിൽ കടന്നു ചെല്ലുമ്പോ ഒരു കൊറിയർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പീഡ് പോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്, പെട്ടെന്ന് ഒപ്പിടുക പാസ്റ്റർ എന്ന് പറഞ്ഞു. എടുത്ത് മേടിച്ച് പൊട്ടിച്ചു നോക്കുമ്പോൾ 3 മാസത്തേക്ക് 500 രൂപ വീതമുള്ള 3 ചെക്കുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഒരിക്കലും ഞങ്ങളെ അറിയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു കർത്താവിന്റെ ദാസി ആ ദേശത്ത് നിന്ന് ഒമാനിൽ കടന്നു പോയിട്ടുണ്ട്. ആ സഹോദരിയുടെ ദേശത്ത് നമ്മളൊരു സുവിശേഷകര് വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇതിന്റെ പേരില് അവര് ഞങ്ങളെ സഹായിച്ചതാണ്. ആരിൽ നിന്ന് അഡ്രസ്സ് വാങ്ങിയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ പരിപാലിച്ച് 3 മാസം 500 രൂപ വീതം ഉള്ള ചെക്കുകൾ ഞങ്ങൾക്ക് തന്നു. ദൈവമക്കളെ, അതല്ല, അതിനേക്കാൾ വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ 500 രൂപയുടെ ചെക്ക് ഞങ്ങളുടെ കരങ്ങളിൽ ലഭിച്ചപ്പോ നായുടെ കയ്യില് പുതിയ തേങ്ങ ലഭിച്ച ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. കാരണം ഞങ്ങൾക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമോ അതൊന്ന് മാറി തരുവാൻ പോലും ഞങ്ങൾക്കില്ല. എന്നാൽ ദൈവസന്നിധിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ മേളിൽ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നീ ഇതിന്റെ മേളിൽ കൈവയ്ക്കെന്ന് പറഞ്ഞു. കൈവച്ചു. ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് മൂവാറ്റുപുഴ ടൗണിൽ ഒരു ദേവദാസൻ താമസമുണ്ട്, ആ ടൗണിലുള്ള ദേവദാസന്റെ അടുക്കിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്തിനാ എന്നൊന്നും എനിക്കറിയില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത് എനിക്ക് ചെക്കാണ് കിട്ടിയിരിക്കുന്നത്, ഇത് എങ്ങനെ മാറിയെടുക്കുമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. എന്നിട്ട് ആ ദേവദാസനെ കാണാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങി. അപ്പൊ വണ്ടിക്ക് പോകാനായിട്ട് ബസ്സിന്
പോകാനുള്ള ബസ് ചാർജ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. കർത്താവ് പെട്ടെന്ന് ആ സൈക്കിളിൽ തന്നെ ഞങ്ങൾ പോകുവാനായിട്ട് 7-8 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടേക്ക് ഞങ്ങൾ ആ സൈക്കിളിൽ തന്നെ പോകുവാനായിട്ട് ഇടയായി. പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈകിയ സമയമായി. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ജോജി പാസ്റ്ററെ, ഇനി നമുക്ക് അടുത്ത ദിവസം ആ ബാങ്കിലുള്ള മാനേജറെ നമുക്ക് പോയിന്ന് കാണാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ആ ഭവനത്തിൽ തന്നെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ കർത്താവിന്റെ ദാസൻ അവിടെ കടന്നുപോയി. അവിടെ താമസിച്ചത് കൊണ്ട് വൈകിട്ടത്തെ അത്താഴം ഞങ്ങൾക്ക് മുടങ്ങിയില്ല. പകല് ഭക്ഷണം ഇല്ലായിരുന്നെങ്കിലും രാത്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ആ കൃപയ്ക്കാ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒത്തിരി ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ രഹസ്യം ഞങ്ങൾ ആരോടും പറഞ്ഞിട്ട്, ആ ദേവദാസനോട് പറഞ്ഞില്ല ഞങ്ങളുടെ ഭവനത്തിൽ ഭക്ഷണം ഉണ്ടാക്കില്ലെന്നോ ഞങ്ങളുടെ കരങ്ങളിൽ സാമ്പത്തികം ഇല്ലെന്നോ എന്നുള്ള കാര്യം ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ ചെന്ന് കണ്ടു. ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു. 3 മാസവും അത്, കാരണം ഞങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും അവിടെയുള്ള ആ മാനേജറെ അറിയുന്ന ഒരു ദേവദാസൻ അവിടെ ഉണ്ടായിരുന്നു. ആ സഹോദരൻ മുഖാന്തരം ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. ചെക്ക് അവരെടുത്തു. അങ്ങനെ 3 മാസവും ഞങ്ങളുടെ ചെക്ക് അങ്ങനെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ പൈസ തരുവാനായിട്ടിടയായി. അവര് തന്നെ അത് മാറിയെടുക്കുവാനായിട്ടിടയായി. ആ അത്ഭുതം അന്ന് തുടങ്ങിയത് ഇന്ന് വരെയും വിശ്വാസത്താൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നു. ആ കൃപയ്ക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം മുളന്തുരുത്തി, പിന്നെ വൈക്കം, അതിനുശേഷം കോതമംഗലം, പിന്നീട് പഴഞ്ഞി, കുന്നംകുളം പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലം, ഇവിടങ്ങളിലെല്ലാം കർത്താവിന്റെ വേല ചെയ്യും. 10 വർഷക്കാലം നാട്ടിൽ ശുശ്രൂഷ ചെയ്തു. ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് വളരെയധികം ഈ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീരാത്തതുപോലെയുള്ള വിശ്വാസത്തിന്റെ വീര്യപ്രവൃത്തികളെ കർത്താവ് ഞങ്ങളിലൂടെ ചെയ്തു. കാരണം ആഴ്ചകളോളം ഞങ്ങൾ ഭക്ഷണമില്ലാതെ, ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളിങ്ങനെ അനുഭവിച്ച പല അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനേക്കാൾ എൻ്റെ കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച ആ ഒരു സാക്ഷ്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ഒന്ന് ഷെയർ ചെയ്താട്ട് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഓക്കെ, ഞങ്ങള് മുളന്തുരുത്തിയിലായിരിക്കുന്ന സമയത്ത് മുളന്തുരുത്തിയിൽ അവിടെ നിന്ന് ഞങ്ങളെ പെട്ടെന്ന് ആ ഒരു 2 മാസത്തിന് ശേഷം ഞങ്ങളെ ആരക്കുഴയിൽ നിന്ന് മുളന്തുരുത്തിയിൽ കുറച്ച് വിശ്വാസികളുണ്ട്. അവിടെയുള്ള ദേവദാസനെ രാത്രിയിൽ തന്നെ അവിടെയുള്ള ആൾക്കാർ ഓടിച്ചു വിട്ടു. അതുകൊണ്ട് കർത്താവിന്റെ ദാസനും കുടുംബവും അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളെ പെട്ടെന്ന് മുളന്തുരുത്തിയിലുള്ള ആ സ്ഥലത്തേക്ക് ഞങ്ങളെ അവിടത്തേക്ക് ട്രാൻസ്ഫർ തന്ന് ഞങ്ങളെ മാറ്റി. ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ 11 വിശ്വാസികൾ സ്നാനപ്പെട്ടവർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ അയച്ച സ്ഥാനത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ആരും തന്നെ ഇല്ല. ഒരു വാടക കെട്ടിടമല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞങ്ങളുടെ അയൽ ഭവനങ്ങൾ എന്ന് പറയുന്നത് യാക്കോബക്കാരാണ്. ഞങ്ങളുടെ ഭവനത്തോട് ചേർന്നിരിക്കുന്ന വീടുകളാണ് യാക്കോബക്കാരുടെ ഭവനങ്ങൾ. അവിടെ ഞങ്ങൾ ആരാധിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾ രാത്രി പ്രാർത്ഥന ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ ശബ്ദം പുറത്ത് കേട്ടപ്പോൾ തന്നെ അവർ ഞങ്ങളെ ശാസിക്കുവാനായിട്ടിടയായി. ആ ചുറ്റുപാടുമുള്ളവർ അടുത്ത ഭവനങ്ങളിലുള്ള കുഞ്ഞുങ്ങളോട് ലെറ്ററുകളിൽ, പേപ്പറുകളിൽ എഴുതി കൊടുത്തു വിട്ടു. ആ ദേവദാസനോട് ഇവിടെ ആരാധിക്കരുതെന്ന് പറയണം, ഇവിടെ നിന്നും ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് മാറിപ്പോക്കളാൻ പറയണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടിച്ചു വിടുമെന്ന് അവരിങ്ങനെ എഴുതി കൊടുത്തു വിട്ടു. ആ എഴുതി കൊടുത്തുവിട്ട് അതേ പേപ്പറിന്റെ അപ്പുറവശത്ത് ഞങ്ങൾ എഴുതി കൊടുത്തു വിട്ടു, ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ ഓടിച്ചാലും ഞങ്ങൾ ഓടുവാനല്ല വന്നത്, കർത്താവ് ഞങ്ങളെ അയച്ചിട്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്നതെങ്കിൽ ഞങ്ങൾ മരണം വരെ ഞങ്ങൾ ഇവിടെ നിൽക്കുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ എഴുതി കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ഭയമായി. കാരണം അതിന് മുന്നമേ ഇരുന്ന ദേവദാസനെയും കുടുംബത്തെ ഇതുപോലെ ഇവരിങ്ങനെ പറഞ്ഞ് രാത്രിക്ക് രാത്രി അവരെ ഓടിച്ചു വിടുക ചെയ്തത്. പക്ഷെ ആ ഒരു പ്രയാസത്തിലേക്ക് ഞങ്ങളെ ദൈവം അവിടെ അയച്ചു എങ്കിൽ ദൈവത്തിന്റെ പദ്ധതി, ഞങ്ങൾ 2 പേരും ധൈര്യത്തോടെയാണ് നിന്നത്. എന്ത് പ്രതികൂലം വന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകുകയില്ല എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി വന്ന് നിന്നിട്ട്, വീടിന്റെ പുറത്തിറങ്ങി വന്ന് നിന്നിട്ട് അവര് കേൾക്കെ തന്നെ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആരാ മക്കളെ നിങ്ങളുടെ കരങ്ങളിൽ ഇത് എഴുതി തന്നു വിട്ടത്? അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വരാൻ പറയാം, ഞങ്ങളെ കർത്താവ് അയച്ചിട്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്നതെന്ന് ഞങ്ങൾ വാഗൊണ്ട് തന്നെ ഉറച്ചു തന്നെ അവരോട് സംസാരിപ്പാനായിട്ടിടയായി. അതിനുശേഷം ദിവസങ്ങളോളം അവർ മിണ്ടാതെ ഇരുന്നു. എന്നാൽ പല വിധത്തിൽ മദ്യപാനികളായിട്ടുള്ളവർക്ക് മദ്യം മേടിച്ചു കൊടുത്ത് അവരെ കൊണ്ട് വന്നു നിന്ന് ഞങ്ങളെ വളരെയധികം രാവിലെ മുതൽ വൈകുന്നേരം വരെ തെറി പറയുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഞങ്ങൾക്ക് യാതൊരു ഭയവും ഉണ്ടാക്കിയില്ല. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിച്ചു. ഞങ്ങൾക്ക് ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു മകൾ ജനിച്ചു. എന്നാൽ കുഞ്ഞ് ജനിച്ച് പ്രസവം കഴിഞ്ഞ് ഞാൻ ആ ഭവനത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. ആ ദിവസങ്ങളിലും അതിന് മുന്നമേയും ദിവസങ്ങളോളം കുഞ്ഞിന് 1 ഗ്ലാസ് പാല് പോലും മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുപോലെ ഞങ്ങൾക്ക് 500 രൂപ മാത്രമാണ്
അവിടെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഭവനത്തിന് വാടക കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല. ഞങ്ങൾക്ക് ദശാംശം കിട്ടുവാനോ സ്തോത്രാഴ്ച തരുവാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ രാവും പകലും ഉപവാസം 21 ദിവസം 40 ദിവസം 7 ദിവസം ഇങ്ങനെ തുടർമാനമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും അവിടെ ആരംഭിച്ചു. കർത്താവിന്റെ കൃപ അവിടെ പകർന്നു. അവിടെ അനേക ജീവിതങ്ങൾ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായി. എന്നാൽ അവർക്ക് ആരാധിക്കുവാനോ ഒന്നിനുമുള്ള സാഹചര്യങ്ങൾ അവർക്കില്ല. എന്നാൽ പോലും ദൈവസന്നിധിയിൽ കടന്നു വന്നു പ്രാർത്ഥിച്ചു. ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് ഭക്ഷണമില്ല. ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു വന്ന ഒരു യൗവനക്കാരൻ പയ്യൻ, അതായത് 7ാം ക്ലാസ്സിൽ 8ൽ പഠിക്കുന്ന മോനാണ്. അവൻ ഓടി വന്നിട്ട് ഒരു ദിവസം സന്ധ്യ ആയപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ കിച്ചണിൽ ഒന്നും വെക്കാത്തത് കൊണ്ട് എനിക്ക് കിച്ചണിലോട്ട് പോകാൻ പോലും കഴിയുന്നില്ല. ഇവൻ വന്നു കഴിഞ്ഞിട്ട് എന്ന് വന്നാലും എന്റെ കയ്യിലുള്ളത് അവൻ ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ടാണ് പോകാറ്. എന്നാൽ അന്ന് കടന്നു വന്നിട്ട് എന്റെ കരങ്ങളിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ ഇന്ന് നേരത്തെ ഞാൻ കിച്ചൺ പൂട്ടി, അതുകൊണ്ട് ഇന്ന് അടുക്കളയിലോട്ട് ഞാൻ ഇനി പോകുന്നില്ല. ഇവള് കിടന്ന് ഭയങ്കര ബഹളമാണ് കുഞ്ഞ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കള്ളം പറഞ്ഞതാണ്. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ എന്റെ ഉള്ളത്തിൽ ഭയങ്കര ഒരു നീറ്റലായിരുന്നു. കർത്താവേ, എന്റെ സത്യം അവരറിയുമോ? ഞാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഈ ദേശത്തിൽ വന്ന് പാർത്തിട്ട് ഞാൻ പട്ടിണി കിടക്കുകയാണെന്ന് ലോകം അറിയുമോ കർത്താവേ എന്നുള്ള ഒരു ഭയമായിരുന്നു എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരു വാക്കിലും അവരറിയുവാനായിട്ട് ഇടയായില്ല. അന്ന് 1-2 കള്ളത്തരങ്ങളൊക്കെ ഞാൻ അവനെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അതുപോലെ തന്നെ അങ്ങനെ ദിവസങ്ങളായി. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നേരെ ഫ്രണ്ടിലെ യാക്കോബക്കാരി ഒരു അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്റർ എന്തുവാ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? അതാണ്ട് ആ പ്ലാവേൽ മുഴുവൻ ചക്ക കിടക്കുകയല്ലയോ, നിങ്ങൾ പറിച്ചുകൊണ്ട് പോയി കഴിക്കാൻ പറഞ്ഞു. കഴിക്കാൻ പറഞ്ഞ സമയത്ത് എൻ്റെ ഉള്ളില് ഭയങ്കര ഒരു കർത്താവ്, ഒരാഴ്ചയായിട്ട് ഞാൻ ഈ കുഞ്ഞുമായിട്ട് ഭക്ഷണമില്ലാതെ ഞങ്ങൾ കഴിയുന്നു. ചക്കയെങ്കിലും ദൈവം തരുവാൻ ഇടയാക്കിയതിനായി നന്ദി കർത്താവ് എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി ഒത്തിരി വാവിട്ട് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. അതിനുശേഷം കടന്നു വന്നു കർത്താവിന്റെ ദാസൻ. പെട്ടെന്ന് ഇത് കേൾക്കുന്ന പാടല് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടി. ഒരാഴ്ച കൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ്. എന്നിട്ട് പോലും പെട്ടെന്ന് ചാടിപ്പോയി ആ ചക്ക 3 ചക്ക ഒരുപോലെ ഇട്ടുകൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്കിത് വെട്ടി കറി വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ ഭക്ഷണം ഭാരപ്പെട്ട് ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ എനിക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ട് ഈ ചക്ക കഴിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഗ്യാസ് കയറുന്ന ഒരു അസ്വസ്ഥതയായിരുന്നു. അതുകൊണ്ട് എനിക്കിത് കഴിക്കാൻ പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ് കയറും, പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നു കഴിഞ്ഞാൽ ഒന്നും വരില്ല, ഇത് കർത്താവ് നമുക്ക് വേണ്ടി തന്നതാ, നമുക്കിത് നീ വെച്ചുണ്ടാക്കി നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, 3 ആഴ്ചക്കാലം കഴിക്കാനുള്ള ചക്ക ആ പ്ലാവിൽ ഉണ്ടായിരുന്നു. ആ പ്ലാവിലുള്ള ചക്കകൾ തീരുന്നത് വരെ ഞങ്ങളെ അത് തന്നെ കഴിപ്പിച്ചു. എന്നാൽ കൃപയാൽ യാതൊരു വയറുവേദനയോ മറ്റു യാതൊരു അസ്വസ്ഥതകളോ ഞങ്ങൾക്കുണ്ടായില്ല. അതിന്റെ ചക്കക്കുരുകളെല്ലാം ഞാൻ പറക്കി സൂക്ഷിച്ചു വെച്ചിരുന്നു. കാരണം ഈ ചക്ക തീർന്നു കഴിയുമ്പം വേറെ വഴിയൊന്നുമില്ലല്ലോ. ഞാൻ അതുകൊണ്ട് അത് സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഞങ്ങള് ഈ ചക്കകളെല്ലാം തീർന്നു കഴിഞ്ഞു. അപ്പോഴും എല്ലാ ദിവസവും ഞായറാഴ്ചയുണ്ട് ആരാധനയുണ്ട്. ഞങ്ങൾക്ക് ഒരു കുടുംബം ആരാധനയ്ക്കായിട്ട് വരുന്നുണ്ട്, അവര് വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ അവരാരും അറിയുന്നില്ല എന്റെ ഭവനത്തിൽ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ. തൊട്ട് ചേർന്ന് ഞങ്ങളുടെ ഭിത്തിയോട് ഭിത്തി ചേർന്നാണ് അയൽവക്കത്തെ ഭവനം ഇരിക്കുന്നത്. അവർക്ക് പോലും അറിയില്ലായിരുന്നു. കാരണം അവര് എന്റെ ഭവനത്തിൽ കടന്നു വന്ന് അവരുടെ ആടിന് വെള്ളം കൊടുക്കുവാനായിട്ട് കഞ്ഞിവെള്ളം മേടിച്ചുകൊണ്ട് പോയിരുന്നു. ഞാൻ ഭക്ഷണം തീരുന്നതിന് മുന്നമേ ഉള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ചേക്കുക. കുറേശ്ശെ ഒഴിക്കും. ചൂടുവെള്ളം അതിനകത്ത് ഒഴിച്ച് തിളപ്പിച്ച് അവർക്ക് കൊടുക്കും. കാരണം അവരുടെ കഞ്ഞിവെള്ളത്തിന്റെ പാത്രത്തിനകത്ത് അതിങ്ങനെ ഒഴിച്ചൊഴിച്ച് വെക്കുന്നത് കൊണ്ട് അവർക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കുന്നില്ല എന്നുള്ളത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു ആ ഒരു ദിവസങ്ങൾ കടന്നുപോയത്. പിന്നീട് ഇങ്ങനെ ചക്കയായപ്പോൾ അതിന്റെ വെള്ളവും അതും ഇതുമൊക്കെ ഞാനിങ്ങനെ ഈ ചകിണിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചൊക്കെ ഒഴിച്ച് അവരുടെ വെള്ളത്തിൽ അങ്ങനെ വെക്കും. കാരണം അറിയാൻ പാടില്ലല്ലോ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന്. ഞാൻ അങ്ങനെ ഈ കൊച്ചു കുഞ്ഞായിരുന്നത് കൊണ്ട് എവളെ ഓടിയെടുത്ത് അവരും എടുത്ത് കൊണ്ടുപോകും. പെൺകുട്ടിയാണ് എൻ്റെ മോള്. അവർക്ക് 2 ആൺകുട്ടികളാണുള്ളത്. അതുകൊണ്ട് ഈ മോളോട് ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അവരെടുത്തുകൊണ്ട് പോയാണ് എല്ലാ ദിവസവും ഭക്ഷണം ഇവക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ അന്നേരം പറയും, ഇവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ട് അവൾ കഴിക്കുന്നില്ല ആന്റി എന്ന് പറയുമ്പോ അവിടെ കൊണ്ട് ചെല്ലുമ്പോ അവൾക്ക് ചോറ് വയറ് നിറച്ച് അവർ തിരിച്ചു കൊടുത്തുവിടും. അങ്ങനെയായിരുന്നു എൻ്റെ കുഞ്ഞിനെ ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങളായിരുന്നത്.
എന്നാൽ കർത്താവ് 3 ആഴ്ചയ്ക്ക് ശേഷമായിട്ട് പെരുവ എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന ഒരു സഹോദരി, ഇന്ന് അവര് ആയുസോടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ആ ആന്റിയുടെ ഹൃദയത്തിൽ, അവരൊരു പ്രവാചകിയാണ്, അവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് വെച്ച് സംസാരിച്ചു, ഞങ്ങൾക്ക് അരിയും സാധനങ്ങളും കൊണ്ടുതരണമെന്ന്. അവരവിടെ നിന്ന് ജീപ്പ് ഓടിച്ച് 2 പേരുമായിട്ട് ഇവിടെ കടന്നു വന്നു. എന്നിട്ട് രാവിലെ വരുമ്പോൾ കർത്താവിന്റെ ദാസൻ അവിടെ ഇല്ല, രാവിലെ ട്രാക്റ്റുമായിട്ട് പോയതാണ്. ഞാൻ അവിടെ കടന്നു വരുന്ന സമയത്ത് ഞാൻ മോള് മാത്രമേ ഉള്ളൂ അവിടെ. എന്നോട് പറഞ്ഞു, ആന്റി എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിശേഷമൊന്നുമില്ല, കൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്നോട് അരി, സാധനങ്ങള്, എല്ലാ സാധനങ്ങളും എന്റെ ഭവനത്തിന്റെ തിണ്ണയിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ, കർത്താവിന്റെ ദാസം വരുമ്പോ എല്ലാം പ്രാർത്ഥിച്ച് അകത്ത് വെച്ചോളാൻ പറയാൻ പറഞ്ഞു. കർത്താവിന്റെ ദാസം വരുന്നത് വരെയൊന്നും ഞാൻ നോക്കുന്നില്ല. അവരുടെ വണ്ടി വിടുന്ന സമയത്ത് തന്നെ ഞാൻ അകത്തെടുത്തുകൊണ്ട് വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ട് നോക്കി. കർത്താവ് അങ്ങനെ 1 മാസത്തേക്ക് വേണ്ടുന്ന ഫുൾ സാധനങ്ങളും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നു. അതിനുശേഷമായി ഞങ്ങൾ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. ആ വൈക്കത്ത് ചെല്ലുന്ന സമയത്തും മോക്ക് അന്ന് 2-2.5 വയസ്സുണ്ട്. അവൾ അവിടെ കടന്നു ചെല്ലുന്ന സമയത്തും ദൈവത്തിന്റെ കൃപയിൽ വളരെയധികം ഞെരുക്കത്തോടെ ഒരു മുട്ട മേടിച്ചു കൊടുക്കുവാനോ, അല്ലെങ്കിൽ ഒരു പാല് മേടിച്ചു കൊടുക്കുവാനോ, അല്ലെങ്കിൽ അവൾക്കൊരു ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു കൊടുക്കാനോ ഒന്നും ഞങ്ങളുടെ കരങ്ങളിലില്ല. അവളിങ്ങനെ ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, മമ്മി എനിക്ക് മുട്ട കഴിക്കണം. മുട്ട എന്താണെന്ന് പോലും അവൾക്ക് അറിയില്ല. എന്നാൽ പോലും അവൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, മമ്മി എനിക്ക് മുട്ട കഴിക്കണം. എന്തോ എവിടുന്നോ ആരുടെ തൊട്ട അയൽപക്കത്ത് അവളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ട്, അവളുടെ സംസാരത്തിൽ നിന്ന് കേട്ടത് എന്തോ ആണ്. ഇവിടെ വന്നിട്ട് ഓടി വന്ന് എന്നോട് പറയുന്നു, മമ്മി എനിക്ക് മുട്ട കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ, യേശു അപ്പച്ചനാണ് നമുക്ക് എല്ലാം തരുന്നത്. മക്കള് പോയി ഇപ്പോ തന്നെ ചെന്ന് യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കുക, നമുക്ക് മുട്ട തരുവാൻ ദൈവം ശക്തനാണെന്ന് പറഞ്ഞു. അത്ഭുതവും അതിശയം എന്നോണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഷോൾ എടുത്തിട്ട് കഥകിന്റെ പുറകിൽ ചെന്നിരുന്ന് മുട്ടുമടക്കി അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ദൂരേക്ക് നോക്കുമ്പോ ഞങ്ങളുടെ ആ സഭയിൽ ഏറ്റവും പാവപ്പെട്ട ഒരു അമ്മച്ചി ചെറിയ ഒരു കവറും തൂക്കി വരുന്നു. ഞാനിങ്ങനെ ഒത്തിരി ദൂരെ, അതായത് 5-6 കിലോമീറ്റർ ദൂരെ നിന്ന് അവിടെ നടന്നു വരികയാണ്. അവർക്ക് ബസ്സിനൊന്നും യാത്ര ചെയ്ത് വരുവാനുള്ള സാമ്പത്തികമൊന്നും അവരുടെ കരങ്ങളിലില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് പുല്ല് അന്ന് ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ 5 രൂപയാണ് കിട്ടുന്നത്. ആ 5 രൂപയ്ക്ക് അവർ കൂലി മേടിച്ചിട്ടാണ് അവരുടെ ഭവനത്തിലേക്ക് അരി മേടിക്കുന്നത്. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഭവനം. അവർക്ക് ഞങ്ങളെ സഹായിക്കാനൊന്നും അവരുടെ കരങ്ങളിലില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറയുന്നത്, കർത്താവേ, എന്റെ കുഞ്ഞ് വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, അവളുടെ വിശ്വാസം നഷ്ടപ്പെടരുത്, അവളുടെ വിശ്വാസം വർദ്ധിക്കത്തക്കോടെ എന്റെ ദൈവം അത്ഭുതം ചെയ്യണം. ഇത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ കുഞ്ഞിന് മുട്ട വേണമെന്നാ പ്രാർത്ഥിക്കുന്നത്, അവൾക്ക് മുട്ട എന്റെ ദൈവം കൽപ്പിച്ചേ മതിയാവൂ, എത്രയും പെട്ടെന്ന് അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി വരുന്നത് കണ്ടു. അമ്മച്ചി അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മാമേ, ദാണ്ട് ഈ കവറിനകത്ത് ഒരു കോഴിയാ, ഞങ്ങളുടെ കഞ്ഞിമുട്ട ഇടുന്ന കോഴിയാണെന്ന് പറഞ്ഞ് ഒരു കോഴിയെ കൊണ്ടുവന്ന് തരുവാനായിട്ട് ഇടയായി. ദൈവമക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവളുടെ ആഗ്രഹപ്രകാരം 23 മുട്ട ആ മാസം മുഴുവനും ആ കോഴി ഇട്ടതിന് ശേഷം 3 മുട്ടയുമായിട്ട് അത് അടയിരിക്കുവാനായിട്ട് ഇടയായി. അവസാനത്തെ മുട്ടകൾ ഞാൻ പറഞ്ഞു, മക്കളെ കണ്ടോ, യേശു അപ്പച്ചൻ നമുക്ക് തരാൻ 1 മുട്ട നീ ചോദിച്ചപ്പോ 1 മാസം മുഴുവനുമുള്ള മുട്ട ദൈവം തന്നു. ഇനിയും ആ കോഴി നമ്മുടെ വീട്ടിൽ ആയുസോടെ ഉണ്ടെങ്കിൽ എല്ലാ മാസവും അത് മുട്ട തരും. നിനക്കിനി മുട്ടയ്ക്ക് യാതൊരു പ്രയാസവും വരില്ല എന്ന് പറഞ്ഞു. ആ കോഴി അതിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെ 3-4 കോഴികളായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുവാനായിട്ട് ഇടയായി. ദൈവം അത്ഭുതകരമായി അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തന്നെ. ഒരു ദിവസം രാത്രികാലം അവൾ എന്നോട് ചോദിച്ചത്, മമ്മി, എനിക്ക് ഇറച്ചി തിന്നണം എന്നോട് പറഞ്ഞു. ഭയങ്കര മഴയാണ്, പുറത്ത് ഭയങ്കര മഴയാണ്. കഥകളെല്ലാം അടച്ചിട്ടിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഇവൾ എന്നോട് വന്ന് പറഞ്ഞു, മമ്മി, എനിക്ക് ഇറച്ചി വേണം. ഞാൻ പറഞ്ഞു, മക്കളെ, യേശുപ്പച്ചന്റെ പപ്പയുടെ കൈക്ക് പൈസയൊന്നുമില്ല, യേശുപ്പച്ചന്റെ കരങ്ങളിൽ എല്ലാം ഉണ്ട്, നീ യേശുപ്പച്ചനോട് ചോദിച്ചാൽ മതി, മുട്ട തന്ന യേശുപ്പച്ചൻ ഇറച്ചിയും തരുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കതകിന് മുട്ടുന്നത് പോലെ ഒരു സൗണ്ട്. പുറത്ത് ഭയങ്കര മഴയാണ്. ആ സമയത്ത് ആ ദേശത്ത് ആരും ആ ഭവനത്തിൽ വരുവാനില്ല, കാരണം വരാനുള്ള ഒരു സാഹചര്യവും ഇല്ല. ഞാൻ അങ്ങനെ കതകിന് മുട്ടുന്ന കേട്ടുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കതക് തുറക്കുന്ന സമയത്ത് ഒരു കോഴിയുടെ അത്രയും ഉള്ള ഒരു തവള അകത്തേക്ക് കയറി. ഞാൻ പെട്ടെന്ന് കതകടച്ചിട്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് കതകടക്കെന്ന് പറഞ്ഞു. പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി എടുത്തപ്പോ ഒരു പച്ച തവളയാണ്, കഴിക്കാൻ പാകമായോ ഉള്ള ഒരു തവള, 1 കിലോ ഇറച്ചിയുള്ള ഒരു തവളയാണ്. അതിനെ കൊണ്ടുചെന്ന് പെട്ടെന്ന് ശരിയാക്കി കൊണ്ടുവന്ന് ചീനിച്ചട്ടിയിൽ ഇട്ടപ്പോ 1 ചട്ടി നിറയെ ഇറച്ചിയുണ്ട്. ഞാൻ പറഞ്ഞു, കണ്ടോ, യേശുപ്പച്ച നമുക്ക് മക്കളെ ചോദിച്ചപ്പോ തന്നെ ഇറച്ചി തന്ന് ദൈവം മാനിച്ച ഒരു മരുഭൂമിയിൽ തന്റെ മക്കളെ എങ്ങനെ പോറ്റി പുലർത്തിയോ അങ്ങനെ കർത്താവ് അതിശയകരമായിട്ട് മുട്ടയ്ക്ക് മുട്ടയും ഇറച്ചിക്ക് ഇറച്ചിയും അങ്ങനെ ഭക്ഷണം. എന്റെ മാതാവ് ഒരു പ്രാവശ്യം എന്റെ ഭവനത്തിൽ ഞങ്ങൾ കടന്നു വരുന്ന സമയത്ത് എന്റെ ഭവനത്തിൽ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ
പുറമേ ഞാൻ വരാൻ പറഞ്ഞുവെങ്കിലും എന്റെ ഉള്ളിൽ തീയായിരുന്നു. ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ മാതാവിനോ പിതാവിനോ സഹോദരങ്ങൾക്കോ അറിയില്ല ഞാൻ എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഭക്ഷണമില്ലാതെ കഴിയുന്നു എന്നുള്ളത്. അതുകൊണ്ട് എന്റെ കർത്താവെ, അവര് വരുന്ന സമയത്ത് യാതൊരു ബുട്ടും എന്റെ ഭവനത്തിൽ ഉണ്ടാകരുത്. ഒന്നുകിൽ എന്റെ ഭവനത്തില് അവര് വരുമ്പോൾ അവർക്ക് കൊടുക്കുവാനുള്ള സുഭിക്ഷമായിട്ടുള്ളതെല്ലാം നൽകി തരണം. ഇല്ല എങ്കിൽ കർത്താവെ, അവർ വരുവാൻ അനുവദിക്കരുത്. എന്റെ ദൈവം തടഞ്ഞു കൊള്ളണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാൽ രാത്രിയിലും രാവിലെയുമായിട്ട് അമ്മ ഇങ്ങനെ നിർബന്ധിച്ച് വരികയാണ്. അപ്പം രാവിലെ വിളിച്ചു പറഞ്ഞു, ഞാൻ വണ്ടി കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോ അവിടെ നിന്ന് ഞങ്ങൾക്ക് പാസ്റ്റർ പോയി പിന്നെ അമ്മയെ സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പം ഒരു കഞ്ഞി ഒന്നും ഞാൻ വെച്ചിട്ടില്ല. കാരണം എന്റെ ഭവനത്തിൽ അരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കഞ്ഞി വെച്ചിട്ടില്ല. ഞാൻ എന്റെ ഉള്ളിൽ തീയാണ്. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, മാതാവ് വരരുതെന്നാണ് ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചത്. കടന്നു വന്നാൽ അവർക്ക് കൊടുക്കാനുള്ളതും എന്റെ ദൈവം തരണം. അമ്മ അവിടെ നിന്ന് വണ്ടിയിൽ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് അമ്മ അവിടെ നിന്ന് ഛർദ്ദിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണത്തോടെയാണ് എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ക്ഷീണത്തോടെ കടന്നു വരുന്ന അമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് വെള്ളം വേണ്ട. അമ്മ എന്നോട് നിർബന്ധമായിട്ട് എന്നോട് നിൽക്കുകയാണ്, എനിക്ക് കഞ്ഞിവെള്ളം എടുത്തോണ്ട് പോവാ, കഞ്ഞിവെള്ളത്തിന് അത് ഉപ്പിട്ട് എടുത്തോണ്ട് പോവാ, എനിക്ക് അത് മാത്രം മതി, എനിക്ക് ചൂടുവെള്ളം വേണ്ട. ഞാൻ ആകെ വിഷമിച്ചു. കർത്താവ് എന്ത് ചെയ്യും? കഞ്ഞിവെള്ളമാണ് ചോദിക്കുന്നത്, എന്റെ ഭവനത്തിൽ കഞ്ഞിയില്ല. ഞാൻ ആദ്യമേ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ചർച്ചിൽ ഒരു വീട്ടിൽ പ്രാർത്ഥനയുണ്ട് അമ്മേ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണം, അതുകൊണ്ട് ഞാൻ കഞ്ഞി വെച്ചില്ലമ്മേ, അതുകൊണ്ട് ചൂടുവെള്ളം എടുക്കാമേ എന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് കഞ്ഞിക്ക് നീ നാഴി അരിയ പെട്ടെന്ന് അടപ്പത്തിട്ട് എനിക്ക് ആ തിളപ്പിച്ച് ആ കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി, എനിക്ക് ചൂടുവെള്ളം വേണ്ടാന്നു. അതും പറഞ്ഞിട്ടും അമ്മ കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെയും ഞാൻ പറഞ്ഞു, അമ്മ എന്തായാലും ഇപ്പൊ ഈ ചൂടുവെള്ളം കുടിക്കേ, അത് കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞി വെച്ച് തരാം എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മ നിർബന്ധം പിടിക്കുന്ന കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ട് ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ നെഞ്ചത്ത് കരം വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ? എന്റെ കർത്താവെ, മാതാവ് വരരുതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. മാതാവിന് വരുത്തിയെങ്കിൽ കൊടുക്കാനുള്ളതും തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ പുറത്ത് വന്നു. മാതാവിന് പിന്നെ എന്നോട് പറയാം, പെട്ടെന്ന് കഞ്ഞിവെള്ളം എടുത്തോണ്ട് വാന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അമ്മ, എന്റെ വീട്ടിൽ ഇന്ന് അരി ഞാൻ വെച്ചിട്ടില്ല, എന്റെ വീട്ടിൽ അരി വെക്കാനില്ല ഇനി. അപ്പൊ അരി വെക്കാനില്ല എന്ന് എന്നോട് ഞാൻ പറഞ്ഞു കേട്ടപ്പോ എന്റെ അമ്മ എന്നോട് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ടു. നിന്റെ വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കൂട്ടി വരുത്തിയെന്ന് ചോദിച്ചു. എന്നെ ഇങ്ങോട്ട് വരുത്തി എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വരുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരണ്ടാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കഴിക്കാനുള്ളത് സ്വർഗത്തിലെ ദൈവം ഇവിടെ ഒരുക്കും. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കെന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞ ആ സമയം തന്നെ എന്റെ കതകിന്റെ പുറത്ത് ആരോ വന്ന് ഹോളിമെല്ലടിച്ചു. ഹോളിമെല്ലടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ഞാൻ കഥ തുറന്നു. ആ സമയത്ത് ആരും വരാനുള്ളൊരു സാധ്യതയില്ല. എന്നാലും ഞാൻ കഥ തുറന്നു കഴിഞ്ഞപ്പോ കഥക് തുറന്നതും ആ ഇറച്ചി എന്റെ റൂമിനകത്തേക്ക് വന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ചാക്ക് നിറച്ച് സാധനങ്ങൾ, 1 മാസത്തേക്ക് വേണ്ടുന്ന അരിയും എന്റെ ഭവനത്തിൽ എന്തൊക്കെയില്ല ആ എല്ലാ സാധനങ്ങളും, അപ്പോൾ കഴിക്കാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡും ബിസ്ക്കറ്റും എല്ലാം ആ ചാക്കിനകത്ത് വെച്ച് കെട്ടി ഒറ്റ ചാക്ക് സാധനമാണ് എന്റെ ഭവനത്തിലേക്ക് വന്നത്. എന്റെ റൂമിനകത്തേക്ക് എടുത്തു വെച്ച് അവർ അടച്ചിട്ട് പെട്ടെന്ന് ആ മനുഷ്യൻ ആരാന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ച ആരാ എവിടുന്നാ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേന് പുള്ളിക്കാരൻ പെട്ടെന്ന് വണ്ടി വിട്ടു പോവുകയാണ് ചെയ്തത്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ദൈവം എത്ര വിശ്വസ്തനാ, ലജ്ജിപ്പിക്കാത്ത ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. എന്റെ മാതാവിന്റെ ജീവിതത്തിൽ പോലും അത്ഭുതം കാണുവാനിടയായി. എന്റെ മാതാവ് എന്നോട് ചോദിച്ചു, ഇങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ, അമ്മേ, വർഷം ഇത്രയുമായി, ഇത്രയും കാലവും ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്. അന്നുള്ളത് എന്റെ കർത്താവ് എനിക്ക് തന്ന് ഇന്നില്ല നാളെ ഇല്ല എന്ന് ഞാൻ എന്റെ ദൈവത്തോട് പറയുമ്പോൾ അപ്പോൾ തന്നെ എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്ന, മക്കളെ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ഒരു പാത്രം ഇങ്ങോട്ട് എടുത്തോണ്ട് വെച്ചിട്ട് അതിന്റെ മേളിൽ കൈ വെച്ചിട്ട് പറ, എനിക്ക് കേക്ക് വേണം, എനിക്ക് ബിസ്ക്കറ്റ് വേണം, എനിക്ക് പാല് വേണം, എനിക്ക് ഇന്നത് വേണം എന്നുള്ളത് അതിന്റെ മുകളിലോട്ട് എഴുതി വെച്ചതുപോലെ നിങ്ങൾ കരം വെച്ചിട്ട് നിങ്ങൾ പറ. അതിനേക്കാൾ ഉപരിയായിട്ടുള്ളത് കർത്താവ് തന്ന് ആ വിശ്വാസത്തിന്റെ വീര്യപ്രവൃത്തികളെ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കണ്ട് തന്നെ ഞങ്ങൾ വളരുവാൻ ആ കുഞ്ഞുങ്ങൾ വളർന്നു വന്നത്. എന്നാൽ ദൈവമക്കളെ, എന്റെ ജീവിതത്തിലെ ഞങ്ങൾ വൈക്കം പ്രദേശത്തായിരിക്കുന്ന സമയത്ത് വളരെയധികം പ്രതികൂലങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന സമയത്താണ് എനിക്കൊരു മകൻ ജനിക്കുന്നത്. ആ മകന് ഇന്നും ഐക്യ കുറവായിട്ട് അവൻ ഞങ്ങളോടൊപ്പമുണ്ട്. അന്ന് മുതലുള്ള ആ ഒരു പ്രതികൂലം അവന്റെ ജീവിതത്തിൽ ഇന്നും അനുഭവിക്കുന്നു. ശാരീരികമായി പ്രയാസമൊന്നും ഇല്ലെങ്കിലും അവൻ ബുദ്ധിപരമായിട്ട് അവൻ മറ്റുള്ളവരുടെ അത്രയും വളർച്ചയുള്ളവനല്ല. അവരെ ഓർത്ത് നിങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കണമേ. എന്നാലും
കർത്താവ് എന്റെ നാവിൽ നിന്ന് വരുന്നത് ഒന്നേ ഉള്ളൂ, ഒരു വിക്കനായ മോശയെ എന്റെ കർത്താവ് ഒരു ഇസ്രായേൽ ജനത്തിന്റെ നായകനാക്കി തീർത്തുവെങ്കിൽ എന്റെ ദൈവം അങ്ങനെ ഒരു പൈതലിനെ എനിക്ക് തന്നിരിക്കുന്നത് ഒരു വലിയ കൂട്ടം ജനത്തെ നയിപ്പാനായിട്ട്, അവനെ ശക്തീകരിക്കുവാനായിട്ട് ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ നാളുകളിൽ അവന്റെ ഒരു ചെവിക്ക് കേൾവിയുമില്ല, ആ ചെവിയിലൂടെ ഇങ്ങനെ ഫ്യൂൾഡ് വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവനുള്ളത്. അവനെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കണമേ. എന്റെ മകളുടെ കാര്യം പറഞ്ഞതും അതുപോലെ തന്നെയാണ്. മോളും ഇതുപോലെ ചെറുപ്രായത്തിലേ അവൾ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ ബാല്യത്തിലേ പിശാചായവൻ അവളെ തകർത്ത് കളയുവാനായിട്ട് പല തന്ത്രങ്ങൾ ഒരുക്കി. എന്നാൽ ഇന്നും ജീവനോടെ കർത്താവ് അത്ഭുതമാക്കി അവളെ തീർത്തിരിക്കുന്നു. അവൾ 1ാം ക്ലാസ്സിൽ LKG പഠിക്കേണ്ട സമയത്ത് ഒമാനിലുള്ള ആ ഒരു സഹോദരിയുടെ ഹൃദയത്തിൽ ഞങ്ങൾ പറയുകയോ ലെറ്റർ അയക്കുകയോ ഒന്നും തന്നെ ഞങ്ങൾ ചെയ്തില്ല. പക്ഷെ ആ സഹോദരിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ട് 2000 രൂപ ഞങ്ങൾക്ക് അയച്ചു തന്നു. LKG മോളെ സ്കൂളിൽ വിടണമെന്ന് പറഞ്ഞ് തന്നെ ഒരു ലെറ്റർ എഴുതി ആ ഒരു ചെക്ക് ഇട്ടാണ് ഞങ്ങൾക്ക് അയച്ചു തരുന്നത്. ഞങ്ങളുടെ അഡ്രസ്സോ ഞങ്ങളുടെ കാര്യങ്ങളോ എങ്ങനെ അവർക്ക് ലഭിച്ചതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് LKG ക്ലാസ്സിൽ അവളെ പഠിപ്പിക്കുവാനായിട്ടിടയായി. എന്നാൽ UKG ആയപ്പോൾ ഞങ്ങളെ വൈക്കത്ത് നിന്ന് കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ സ്ഥലം മാറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് അവളെ UKG പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം LKG അങ്ങനെയുള്ള ഒരു അഡ്മിഷൻ എടുത്തത് കൊണ്ട് LKG പഠിപ്പിച്ചു. UKG ചെന്നപ്പോൾ ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാനോ അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കുവാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ലായിരുന്നു. UKG നഷ്ടപ്പെട്ടു. അതിനുശേഷം 1st സ്റ്റാൻഡേർഡിൽ ചെല്ലുന്ന സമയത്തും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൾ ഒരു ദിവസം ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഒരു ഓണ സമയമാണ്, 1st സ്റ്റാൻഡേർഡിൽ പോകേണ്ട സമയത്ത് അവളെ സ്കൂളിൽ വിടാതെ ഞങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്. അപ്പം ഒരു ഓണ സമയത്ത് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ അനൗൺസ്മെന്റ് പോകുന്നു, എന്തൊക്കെയോ അവിടെ വിളിച്ചോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന കേട്ടുകൊണ്ട് ഇവൾ പെട്ടെന്ന് എന്നോട് വന്ന് ചോദിച്ചു, മമ്മി ഓണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഓണത്തിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തില് ചുമന്ന അരി ചോറ് വെച്ച് ഒത്തിരി കറികളും കൂട്ടിയാണ് കഴിക്കുന്നത് എന്നൊക്കെ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ അവൾക്ക് അതിശയമായി ഈ ചുമന്ന അരി ചോറ് എന്താണെന്ന്. കാരണം അന്ന് വരെ എന്റെ കുഞ്ഞ് ചുമന്ന അരി ചോറ് കണ്ടിട്ടില്ല. കാരണം ഈ റേഷൻ കടകളിൽ നിന്ന് 1 രൂപയുടെ അരി കിട്ടുന്നതാണ് വിശ്വാസികൾ ഞങ്ങൾക്ക് കൊണ്ടുതരുന്നത്. അതാണ് ഞങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അവൾ എന്നോട് ചോദിച്ചു, മമ്മി ഈ ചുമന്ന അരി എന്താണ്? അതെനിക്ക് വേണം, എനിക്ക് ചുമന്ന അരി ചോറ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ അത് പൈസ കൊടുത്തെങ്കിലേ മേടിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, പപ്പയുടെ കയ്യിൽ പൈസയൊന്നുമില്ല. മക്കളെ യേശുപ്പച്ചനോട് ചോദിച്ചു. മുട്ട ചോദിച്ചപ്പോഴും ഉടുപ്പുകൾ ചോദിച്ചപ്പോഴും അതുപോലെ ഇറച്ചി ചോദിച്ചപ്പോഴും ഭക്ഷണം പല കേക്ക് ഒക്കെ നീ ചോദിച്ചപ്പോ യേശുപ്പച്ചൻ നിനക്ക് തന്നിട്ടില്ലയോ? ആ യേശുപ്പച്ചൻ നിനക്ക് ചുമന്ന അരിയും തരുമെന്ന് പറഞ്ഞു. കേക്കിന്റെ പാടെ ഓടിപ്പോയി പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു. തലയിലും തുണിയിട്ട് പെട്ടെന്ന് കഥകിന്റെ പുറകിൽ ചെന്നിരുന്ന് മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, യേശുപ്പച്ച എനിക്ക് പുറത്ത് കേൾക്കാം, യേശുപ്പച്ച എനിക്ക് ചുമന്ന അരി വേണം, എനിക്ക് ചുമന്ന അരി ചോറ് വേണം, എനിക്ക് ചുമന്ന അരി വേണം എന്നിങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് യേശുപ്പച്ച എന്നിങ്ങനെ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ ഭവനത്തിന്റെ മോള് വശത്തായിട്ടാണ് ബൈപ്പാസ് റോഡ്, കോതമംഗലത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ ഈ ബൈപ്പാസ് റോഡിൽ വന്ന് ഒരു അംബാസിഡർ കാർ കൊണ്ടുവന്ന് നിർത്തി. അവര് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ഞാൻ ഗ്രില്ലിലൂടെ നോക്കിയപ്പോ എനിക്ക് അറിയാത്ത ഒരാളാണ് വന്ന് നിൽക്കുന്നത്. എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പാസ്റ്റർ എവിടെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ രാവിലെ ട്രാക്റ്റുമായിട്ട് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉച്ചഭക്ഷണം കഴിക്കേണ്ട സമയമായി. അപ്പൊ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എന്തേ പാസ്റ്റർ വരാറായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയില്ല, എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് എന്നോട് സംസാരിക്കുന്നതിൽ ഉപരിയായിട്ട് പുള്ളി പെട്ടെന്ന് പോയി വണ്ടിയുടെ ഡിക്കി തുറന്നു ഒരു ചാക്ക് എടുത്ത് ഒരു ബോറി നിറച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഭവനത്തിന്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് പാസ്റ്റർ വരുമ്പോ ഇതെടുത്ത് അകത്തോട്ട് വെച്ചോളാൻ പറ, ഇത് പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ ഇത് കേട്ട് മോളകത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവള് പെട്ടെന്ന് ഓടി വന്നു, ഞാനും ഓടിച്ചെന്നു. അവര് വണ്ടി വിട്ട് പെട്ടെന്ന് പോയി. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാ വന്നതെന്ന്. എന്നെ പാസ്റ്റർക്ക് അറിയാം എന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് വിട്ടുപോയി. എന്നാൽ ഞാനും മോളും കൂടെ പെട്ടെന്ന് ചാക്കെടുത്ത് അകത്ത് കൊണ്ടു ചെന്ന് വെച്ച് നോക്കുമ്പോൾ 25 കിലോയുടെ ഒരു ചാക്ക് നിറയെ ചുമന്ന അരിയാണ്. ഞാൻ ദൈവസന്നിധിയിൽ സ്തുതിച്ചു. ഞാൻ ഒരു മോളോട് ഞാൻ പറഞ്ഞു, മക്കളെ കണ്ടോ, യേശുപ്പച്ചനോട് ചോദിക്കുന്നത് തന്നെ ദൈവം തരും. ചുമന്ന അരി ചോദിച്ചപ്പോ 25 കിലോ അരിയാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്നത്. നിനക്ക് എത്ര നാള് കഴിക്കാനുള്ളതുണ്ട്. ഇത് ദൈവം അത്ഭുതവാനാ. ഇങ്ങനെ ഓരോന്നും ദൈവത്തോട് ചോദിച്ച് ദൈവം അതിശയകരമായിട്ട് ഭക്ഷണമില്ലാത്ത സമയത്ത് ആഴ്ചകൾ ഭക്ഷണമില്ലാതെ ഇരുന്നിട്ടും എന്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുള്ളതല്ലാതെ ഒരു ഗ്ലാസ് പാല് പോലും എന്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്ക്
പേർക്കും കൊടുത്തല്ല ഞാൻ വളർത്തിയിട്ടുള്ളത്. എന്നാൽ എന്റെ കർത്താവ് ആരോഗ്യത്തിന് ഒരു കുഴപ്പവും വരാതെ കർത്താവ് അത്ഭുതകരമായി അതിശയകരമായിട്ടാണ് നടത്തിയത്. അതിനുശേഷം ഞങ്ങള് പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ നിന്ന് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ വടക്കേന്ത്യയിലേക്ക് കടന്നു പോകണമെന്ന് ഞങ്ങളോട് ഇങ്ങനെ ആലോചന പറഞ്ഞു. എന്നാൽ ഞാൻ എന്റെ ദൈവത്തിനോട് പറഞ്ഞു, കർത്താവേ, ഈ കേരളത്തിൽ എന്റെ സ്വന്തം നാട്ടിൽ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഇത്രയും കഷ്ടതയും ഇത്രയും ഞെരുക്കവും പട്ടിണിയും അനുഭവിക്കുന്ന ഞാന് വടക്കേന്ത്യയിൽ പോയാൽ ആരാ ഞങ്ങളെ സഹായിക്കാനുള്ളത്? എന്നാൽ കർത്താവിന്റെ ദാസന്മാർ നാട്ടിൽ കടന്നു വരുമ്പോൾ അവരുടെ എല്ലാ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് പലപ്പോഴും പട്ടിണിയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, ഞെരുക്കമായിരുന്നു എന്നുള്ളതാണ് സാക്ഷ്യം കേൾക്കുന്നത്. എന്നാൽ ആ സാക്ഷ്യത്തിന്റെ പിൻപിൽ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇനി പട്ടിണി കിടക്കുവാനായിട്ട് ഞാൻ കടന്നു പോകുകയില്ല എന്ന് ഞാൻ എന്റെ ദൈവത്തോട് നിലവിളിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ രാത്രിയിൽ ദർശനത്തിൽ എന്നോട് സംസാരിച്ചു. ഈ ഹിമാചൽ പ്രദേശിന്റെ ഓരോ സ്ഥലങ്ങളും, അവിടെയുള്ള അന്തരീക്ഷവും അവിടെയുള്ള യാത്രയും ഞങ്ങൾ കടന്നു പോകേണ്ട വാഹനവും എല്ലാം ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പൊയ്ക്കോണമെന്ന് എന്നോട് ഇങ്ങനെ പറയുവാനായിട്ടിടയായി. ഞാനിങ്ങനെ രാവിലെ സമയം എഴുന്നേറ്റിട്ട് കർത്താവിന്റെ ദാസനോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ പോകുന്നിടം ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര കൊക്ക പോലെയുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു ചെറിയ വാഹനങ്ങൾ മാത്രമേ ആ വഴി കൂടെ പോവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ പറയുവാനായിട്ടിടയായി. എന്നാൽ കർത്താവിന്റെ ദാസൻ ആഗ്രഹിച്ച ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിൽ പോവുക, അവിടെ ശുശ്രൂഷ ചെയ്യുക, അവിടെ സുവിശേഷ വേല ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ വടക്കേന്ത്യയിലേക്ക് കടന്നു പോകുന്നത്. പ്രതികൂലങ്ങളിലൂടെ ഞങ്ങൾ അവിടെ കടന്നു നിന്നു. ഞങ്ങൾക്ക് ഭാഷ അറിയില്ല, അവിടുത്തെ രീതികൾ അറിയില്ല, അവിടുത്തെ ഭക്ഷണം എന്താണെന്ന് അറിയത്തില്ല. ഒന്നും അറിയാത്ത അവസ്ഥയിൽ ഞങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെയും 4 വയസ്സുള്ള മോനെയും കൂട്ടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് ഞങ്ങൾ കടന്നു പോകുന്ന വഴിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വാഹനത്തിൽ കയറിയ സമയം മുതൽ ഛർദ്ദിക്കാൻ തുടങ്ങി. എന്നാൽ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചും കൊണ്ട് കടന്നു പോകുമ്പോൾ ദൈവാത്മാവ് എന്നെ എങ്ങനെയെല്ലാം കാണിച്ചു, അതെല്ലാം ഞാനിങ്ങനെ എന്റെ കണ്ണിന്റെ മുൻപിൽ ആ വഴികളിലെല്ലാം കാണുവാനായിട്ടിടയായി. ദൈവാത്മാവ് എന്നെ കാണിച്ച അതേ ഭവനത്തിൽ, ആ ദേശത്തിൽ ഞങ്ങൾ കടന്നു ചെല്ലുവാനായിട്ടിടയായി. അവിടെ കടന്നു ചെന്നതിന് ശേഷം വളരെയധികം ഭാരത്തോടെ, കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഒരു മനുഷ്യനോട് സംസാരിക്കാനില്ല. മലയാളികൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരൊറ്റ കുടുംബം അല്ലാതെ മറ്റൊന്നില്ല. ഞങ്ങൾ അടുത്ത ഒരു മലയാളിയെ കാണണമെന്നുണ്ടെങ്കിൽ 110 കിലോമീറ്റർ ദൂരെ സിംലയിലോ 95 കിലോമീറ്റർ ഹിമാചൽ പ്രദേശില് ചണ്ഡീഗഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഹിമാചൽ പ്രദേശ് മണ്ഡി ഡിസ്ട്രിക്റ്റില് കർസോഗ് എന്ന് പറയുന്ന സ്ഥലം, അവിടെയൊക്കെ കടന്നു ചെന്നു. എന്നാല് അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടത്തെ ഞങ്ങളോട് സംസാരിക്കുവാനോ ഞങ്ങൾക്ക് അവരോട് സംസാരിക്കുവാനോ ഒന്നും കഴിയാത്തതുപോലെ. കാരണം ഞങ്ങൾക്ക് ഭാഷ അറിയില്ല, അവർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയിൽ 1 വർഷക്കാലം ഞങ്ങൾ ആ ഭവനത്തിനകത്തിരുന്ന് ഞങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭാഷ പഠിക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം ഹിന്ദിയിൽ വായിച്ച് പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഹിന്ദിയിൽ യോഹന്നാന്റെ സുവിശേഷം വായിച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഹിന്ദി സംസാരിക്കുവാനായിട്ട് ഞങ്ങൾ 1 വർഷം കൊണ്ട് നന്നായിട്ട് ഹിന്ദി സംസാരിക്കുവാനായിട്ട് ഞങ്ങൾ പഠിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ഹിന്ദി സംസാരിക്കാൻ പഠിക്കുന്നതിന് മുന്നമേ ആൾക്കാർ ഞങ്ങളുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. 3ാമത്തെ മാസം ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് 3ാമത്തെ മാസം ആദ്യമായിട്ടൊരു സഹോദരി ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്നു. ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്നത് അവർക്ക് വയറുവേദനയായിട്ടാണ് കടന്നു വരുന്നത്. അവര് പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും, പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ ദേവദാസനോട് ഞാൻ പറഞ്ഞു, എന്തായാലും അവർക്ക് വയറുവേദനയായിട്ടാണ് വന്നിരിക്കുന്നത്, നമുക്ക് മലയാളത്തിൽ അങ്ങ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങള് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് വർഷങ്ങളായിട്ടുള്ള അവരുടെ വയറുവേദന പൂർണ്ണമായിട്ട് മാറി. എന്നാൽ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചപ്പോൾ പിശാച് മറ്റൊരിടത്ത് എന്റെ മോളെ സ്കൂളിൽ പറഞ്ഞു വിട്ട മോള് തിരിച്ചു വന്നില്ല. അവൾ അന്ന് എവിടേക്ക് പോയി എന്ന് ഞങ്ങൾക്കറിയില്ല. 2:15 ആവുമ്പോ ഭവനത്തിൽ കടന്നു വരേണ്ടവള് 4 മണിയായിട്ടും വന്നിട്ടില്ല. ഞങ്ങൾ ദൈവസന്നിധിയിൽ വളരെയധികം പ്രയാസപ്പെട്ടു. ഈ സഹോദരി ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരുടെ ജീവിതത്തിൽ അത്ഭുതം അവിടെ നടന്നപ്പോ പിശാച് എന്റെ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്ന് വിഷമിച്ചു. എന്താ സംസാരിക്കുന്നത്? ഞങ്ങളുടെ വീടിന്റെ ഉടമസ്ഥരോട് പോലും ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ കുഞ്ഞിനെ കാണാതെ പോയി എന്ന് പറയുവാൻ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് ആകെ ഭാരപ്പെട്ടു. ഞങ്ങളുടെ ആ പ്രയാസം എല്ലാം കണ്ടിട്ട് അവര് സ്വയമായിട്ട് മനസ്സിലാക്കി കൊച്ചിനെ കാണാതെ പോയി എന്ന്. അവര് പെട്ടെന്ന് അവരുടെ ആൾക്കാരോട് പെട്ടെന്ന് ഞങ്ങളോട് അടുത്തുള്ള കർസോഗിൽ സുന്ദർനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകരുതെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരും CIDകളും അവിടെ ഞങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്. ഞങ്ങൾ ആരാന്ന് ഇതുവരെ അവർക്ക് കണ്ടുകിട്ടാതിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്.
ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ വീട്ടുകാരോട് പറഞ്ഞ് പോലീസിൽ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോലീസുകാരോട് പറഞ്ഞില്ല. പക്ഷേ ദൈവം 4:30 മണിയായപ്പോ ഞാൻ അവിടെ മുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉള്ളുരുകി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളെ അന്യദേശത്ത് നീ അയച്ച ദേശത്ത് ഞങ്ങൾ വന്നിട്ട് ഇത്രയും പ്രതികൂലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. എന്റെ കുഞ്ഞിനെ കാണാതെ പോയി എന്നൊരു വാക്ക് എന്റെ ഭവനത്തിൽ പോലും എനിക്ക് പറയുവാൻ കഴിയത്തില്ല. കാരണം അവരുടെ ഒരു എതിർപ്പ് മുഖാന്തരമാണ് ഞങ്ങൾ കടന്നുപോയത്. ഞങ്ങൾ ഇത്രയും ദൂരെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു മോളെ ഉള്ളൂ, നിങ്ങൾ ഇത്രയും ദൂരെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് മരിച്ചാൽ പോലും നിങ്ങളെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ പോലും കാണാൻ പറ്റില്ലല്ലോ, കണ്ടിട്ടൊന്നും മരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ ആ ഒരു പ്രയാസത്തോടെയാണ് അവർ ഞങ്ങളെ പറഞ്ഞു വിട്ടത്. ഞങ്ങളുടെ ഭവനത്തിലെ ഏറ്റവും മൂത്ത കുട്ടിയാണ് എന്റെ മോള്. അവളെ കാണാതെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും ഞങ്ങളെ ജീവനോടെ വെച്ചേക്കത്തില്ല. അത്രയ്ക്ക് പ്രയാസത്തോടെയാണ് ഞങ്ങൾ. കർത്താവ്, ഞങ്ങൾ ആരോട് പറയാനൊക്കെ എന്ത് പറയാനൊക്കെ എന്നോർത്ത് ഞങ്ങളിങ്ങനെ ഭാരപ്പെട്ടു. എന്നാൽ 4:30 മണിയായപ്പോ അവരുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി ഓടി വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആന്റി, ആഷ്ലി സ്കൂളിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് അവന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയാൻ എനിക്ക് അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓടി സ്കൂളിൽ ചെന്നു. സ്കൂളിൽ ചെന്നപ്പോ മോൾ അവിടെ വന്നിരുന്ന് കരയുകയാണ്. കാരണം ഞാൻ 2 വട്ടം അതിന് മുന്നമേ സ്കൂളിൽ പോയായിരുന്നു. കാരണം ഇവളെ അന്വേഷിച്ച് ഞാൻ അവിടെ ചെന്നായിരുന്നു. എല്ലാം പറഞ്ഞു. ടീച്ചേഴ്സിനും അവിടെയുള്ള ഹെഡ് മാസ്റ്റർക്കും എല്ലാം അവർക്ക് മനസ്സിലായി കുഞ്ഞിനെ കാണാതെ പോയിട്ട് ഞങ്ങൾ വിഷമിക്കുകയാണെന്നുള്ളത് മനസ്സിലായിട്ട് അവർ പെട്ടെന്ന് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അവൾ യഥാർത്ഥത്തിൽ പോയത് അവളുടെ ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് അവൾക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ടെന്ന് സാറ് പറഞ്ഞത് മുഖാന്തരം ഒരു കൂട്ടുകാരുടെ കൂടെ പോയതാണ്. ഞാൻ വിളിച്ച് സമാധാനിപ്പിച്ച, മക്കളെ, എവിടോട്ടെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ അന്യദേശത്ത് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് പറഞ്ഞിട്ടേ പോകാവുന്നു. എന്നാൽ ഇവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം തുടങ്ങിയപ്പോൾ അവിടെ പിശാച് ഞങ്ങളെ അലട്ടുവാനായിട്ട് തുടങ്ങി. അവിടെ നിന്ന് ആരംഭിച്ചു. പിന്നീട് വർഷങ്ങൾ 4 വർഷക്കാലം ആ കർസോവ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ ശുശ്രൂഷയിലായിരുന്നു. 4 ഇടത്ത് ഞങ്ങൾക്ക് പുതിയ പുതിയ വർക്കുകൾ അവിടെ ചെയ്യുവാനും അനേക ആയിരങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യുവാനും ഇടയായി. അവിടെ ശ്രേഷ്ഠമേറെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. ഇന്നും അവിടെ ഒരു ദൈവസഭയുണ്ട്. അവിടെ നിന്നൊരു സഹോദരനെ ഞങ്ങൾ നാട്ടിൽ വിട്ട് ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുവാനായിട്ട് ഇടയായി. അവൻ കടന്നു വന്നപ്പോൾ അവന്റെ 5 കുഞ്ഞുങ്ങളെയും ഭാര്യയും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് നാട്ടിൽ വന്നത്. ഈ 5 കുഞ്ഞുങ്ങളിൽ 4 കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം. എന്ത് ചെയ്യണം? ഞങ്ങളുടെ മുൻപിൽ യാതൊരു വഴിയുമില്ല. പലരോട് ഞങ്ങൾ അപേക്ഷിച്ചു. എന്നിട്ട് അവരെല്ലാം പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ സഹായിക്കാം, വടക്കേന്ത്യയിലെ പ്രവർത്തനത്തിനല്ലയോ, ഞങ്ങൾ സഹായിക്കാമെന്ന് പലരും വാക്കാലെ പറഞ്ഞു. എന്നാൽ ആദ്യത്തെ വർഷം ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അവർ ചെയ്തു. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. എന്നാൽ 2ാമത്തെ വർഷമായപ്പോൾ അവരെ പഠിപ്പിക്കുവാൻ യാതൊരു വഴിയുമില്ല. ദേവദാസൻ എന്നോട് ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. കർത്താവിന്റെ ദാസന് ഇത് നാട്ടില് പ്രോപ്പർട്ടിയോ വീടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എനിക്കൊരു 10 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നമുക്ക് ആ സ്ഥലം വിറ്റിട്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് അതാ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു പൂർണ്ണ നിശ്ചയം ഉണ്ടായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ എന്റെ ദൈവം എനിക്ക് തന്നു എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതും എന്റെ ദൈവം കരുതും എന്നുള്ള ഒരു പ്രത്യാശ എനിക്കുണ്ടായിരുന്നു. വളരെയധികം പ്രയാസം എന്റെ മനസ്സിലുണ്ടായിരുന്നു. മൂത്തതൊരു മോളാണല്ലോ. പലപ്പോഴും മറ്റുള്ളവരെല്ലാരും ഇങ്ങനെ പറയും. അതൊക്കെ ഓർത്തിട്ട് എന്റെ മനസ്സിനൊരു വേദന ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. കർത്താവേ, നിനക്ക് കൊടുക്കുന്നതോ എന്റെ ദൈവത്തിന്റെ നാമത്തിന് കൊടുക്കുന്നത് ഒന്നും നഷ്ടമല്ല. എന്റെ ദൈവം അത് ലാഭമാക്കി തീർക്കുന്ന ദൈവമാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. കർത്താവിന്റെ ദാസൻ അത് വിറ്റു. ചെറിയ തുകയ്ക്കാണ് അത് വിറ്റത്. എന്നാൽ നല്ല തുകയ്ക്ക് കിട്ടേണ്ടതാണ്. എന്നാൽ അവിടെയും ഞങ്ങൾക്ക് ചെറിയ തുകയെ കിട്ടിയുള്ളൂ. അത് കൊണ്ടുവന്ന് മോളെ ആ കുഞ്ഞുങ്ങളെ 4 പേരെ എടുത്ത് പഠിപ്പിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അതിനുശേഷമായിട്ട് മോളെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായപ്പോൾ ഞങ്ങള് കർസോഗിൽ നിന്ന് ഞങ്ങള് സോളൻ ഡിസ്ട്രിക്റ്റിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. പർവാണു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നു. അവിടെ കടന്നു വന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് മോളെ സ്കൂളിൽ വിടുവാൻ ഞങ്ങളുടെ കരങ്ങളിൽ സാമ്പത്തികമില്ല. 7ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർക്കുവാൻ ഞങ്ങളുടെ കരങ്ങളിൽ സാമ്പത്തികമില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മുഴുവനും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല. 3-4 വർഷക്കാലം അവരെ പഠിപ്പിച്ചു. ഒരു വഴിയും ഞങ്ങളുടെ മുൻപിലില്ല. അതിനുശേഷമായിട്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആ ഒരു വേദനയോടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സൈലന്റ് അറ്റാക്ക് വരുവാനായിട്ട് ഇടയായി. മോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് സൈലന്റ് അറ്റാക്ക് വന്നു. ഞങ്ങൾക്ക് താമസിക്കുവാൻ ഭവനമില്ല. കാരണം ഒറ്റ റൂമുള്ള ഒരു വീടായിരുന്നു ഞങ്ങൾക്ക് ആദ്യമേ കിട്ടിയത്. അതിനുള്ള വാടക, അതായത് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് 4000 രൂപയാണ് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. കാരണം ഈ കുഞ്ഞുങ്ങൾ 2 പേര് പഠിക്കണം.
ഞങ്ങളുടെ വീടിന് വാടക കൊടുക്കണം. ഇതെല്ലാം വേദനയായിരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ സൈലന്റ് അറ്റാക്ക് ആയിട്ടും വരുന്നത്. അതിനുശേഷമായി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ദേവദാസൻ നാട്ടിലാണ്, എന്റെ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാൽ എനിക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല. കാരണം ഞാൻ ബോധം കെട്ടങ്ങ് വീഴുക ചെയ്തത്. ദൈവസന്നിധി പ്രാർത്ഥിച്ച അയൽവക്കത്തെ ഒരു സഹോദരി വന്നിരുന്ന എന്നോട് സുവിശേഷത്തെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. ഞാൻ അവളോട് എന്റെ യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമെന്ന് ഇന്ന് വരെ നീ കേട്ടിട്ടില്ലയോ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ യേശുവിനെ കുറിച്ച് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വിഘോഷായി ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. ഞാൻ അവിടെ നിന്ന് കർത്താവിന്റെ ദാസനെ പെട്ടെന്ന് ഫോൺ വിളിച്ച സമയത്ത് ഞാൻ എടുത്തില്ല. കുഞ്ഞുങ്ങൾ ആരാണ്ട് എടുത്ത് സംസാരിച്ചപ്പോ പറഞ്ഞു, മമ്മി ബോധം കെട്ട് കിടക്കുക പപ്പ എന്ന് പറഞ്ഞപ്പോ അതിലോ അറിയുന്ന ഏതോ 1-2 മലയാളികളുണ്ട്. അവരോട് വിളിച്ചു പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു സൈലന്റ് അറ്റാക്ക് ആണ് വന്നിരിക്കുന്നത്, ഈ കുട്ടിക്ക് എന്താ പറ്റിയ, വീട്ടിൽ അടിയും വഴക്കുവാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു കർത്താവിന്റെ അവിടെ ഒരു പാതിരിയാണ്, പാസ്റ്റർ അവിടെ ഇല്ല, കുട്ടികളും പുള്ളിക്കാരത്തിനും തന്നെ അവിടെ താമസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് തന്നെ ഒരു അതിശയം തോന്നി, ഇതെങ്ങനെയാ സംഭവിച്ചെന്ന്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം എനിക്ക് പൂർണ്ണമായിട്ടും അറ്റാക്ക് വന്ന് ഞാൻ അവിടെ മരിക്കുവാനായിട്ടിടയായി. അവിടെ മരിച്ചിട്ട് അവര് ശ്വാസം എടുക്കാത്തത് കൊണ്ട് പെട്ടെന്ന് അവരോട് പറഞ്ഞു ഇവിടെ ഇനി ഒന്നിനും പറ്റത്തില്ല. കർത്താവിന്റെ ദാസൻ പെട്ടെന്ന് തന്നെ കയറി വന്നു കഴിഞ്ഞ് ആ പിറ്റേ ദിവസം തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് എനിക്ക് ഇത് മരിച്ചു പോവുകയാണ്, ഇതിന് ചെറിയൊരു അനക്കം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ഇതിനെ PGI മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോക്കോ, നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിനെ കൊണ്ടുപോയിക്കോ, അല്ലാതെ ഇവിടെ ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പെട്ടെന്ന് ആംബുലൻസിനകത്ത് കയറ്റി എന്നെ വിട്ടു. ഇതെല്ലാം കർത്താവിന്റെ ദാസൻ പറഞ്ഞുള്ള അറിവാണ് എനിക്കുള്ളത്. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന വഴിക്ക് ആ വണ്ടിക്കകത്ത് വെച്ച് തന്നെ എന്റെ ഓക്സിജൻ സിലിണ്ടർ എല്ലാം എന്നിൽ നിന്ന് മാറ്റി. കാരണം പൂർണ്ണമായിട്ടും ശ്വാസം എടുക്കാത്ത ഒരു അവസ്ഥയിൽ പൂർണ്ണമായും ഞാൻ മരിച്ചു എന്ന് അവർ ഉറപ്പ് വരുത്തിയിട്ട് അത് മാറ്റുവാനായിട്ടിട. എന്നാൽ കർത്താവിന്റെ ദാസൻ അവരോട് പറഞ്ഞു, ഇല്ല, അത് ആ ഓക്സിജൻ സിലിണ്ടർ, ആ ഓക്സിജന്റെ മാസ്ക് അവർക്ക് വെക്കുക തന്നെ ചെയ്യണം, ഇത് മരിച്ചിട്ടൊന്നുമില്ല, കർത്താവ് മരിക്കാൻ അനുവദിക്കത്തില്ല എന്ന് അവരോട് പറഞ്ഞതിന് ശേഷം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ എന്റെ കരങ്ങളിൽ ഇരുന്ന് തീരുവാനാണോ എന്റെ ദൈവം ഈ വടക്കേന്ത്യയിൽ കൊണ്ടുവന്നത് എന്ന് കർത്താവിന്റെ ദാസൻ ചോദിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിലേക്ക് ചെറിയ ഒരു അനക്കം മാത്രം കടന്നു വരുവാനായിട്ടിടയായി. ഞാൻ PGI മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ചെറിയ ഒരു അനക്കം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എന്നെ ഇഞ്ചക്ഷനൊക്കെ ഒത്തിരി എടുത്തതിന് ശേഷമാണ് ചെറിയൊരു ഇത് വെക്കുവാനായിട്ടിടയായതെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇത് മരിച്ചു പോകേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഓപ്പറേഷൻ ചെയ്ത് പേസ് മേക്കർ വെക്കുകയാണെങ്കിൽ ഈ കുഞ്ഞ് ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ ജീവിച്ചിരിക്കത്തില്ല എന്ന് അവരോട് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്നാൽ കർത്താവിന്റെ ദാസന്റെ കരങ്ങളിൽ 1 രൂപ പോലും ഇല്ലാതെ മെഡിക്കലായിട്ട് എഴുതി കൊടുത്തു, പെട്ടെന്ന് പോയി മെഡിക്കൽ സ്റ്റോറിൽ ആ മരുന്ന് മേടിച്ചുകൊണ്ട് വാ, ഈ മരുന്ന് മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അവരെഴുതി കൊടുത്ത സ്ഥാനത്ത് ഇനി ഇതിനെ ഓപ്പറേഷൻ ചെയ്യുക അല്ലാതെ മറ്റൊന്നും ഉപാധികളില്ല എന്ന് അവർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റിയിട്ടു. കർത്താവിന്റെ ദാസൻ കണ്ണുനീരോടെ തന്റെ മുറ്റത്തിറങ്ങി നിന്ന് പ്രാർത്ഥിപ്പാനായിട്ടിടയായി. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ വടക്കേന്ത്യയിൽ കടന്നു വന്നു, കർത്താവ് ദർശനം തന്നിട്ട് ഈ ദേശത്തിൽ ഞാൻ കടന്നു വന്നു, ഇനി ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? കർത്താവെ, ഇതിനൊന്നും വരുവാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് എന്റെ ദൈവം എനിക്ക് അതിശയകരമായിട്ടുള്ള വിടുതൽ എന്റെ ദൈവം എനിക്ക് തന്നു. ഞാൻ അങ്ങനെ കടന്നു. അതിനുശേഷം അവര് ഡോക്ടേഴ്സ് സെപ്റ്റംബർ മാസം 16-ാം തീയതി എനിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പറയുവാനായിട്ടിടയായി. എന്നാൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് ലീവ് തന്നെ എന്നെ ഭവനത്തിലേക്ക് വിടണം. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന സമയത്തിന് മുന്നേ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിക്കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് എന്നെ കൊണ്ടുപോകാനായിട്ടുണ്ട്. ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിന്റെ ദാസൻ മടക്കി എന്നെ പർവാണുവിലേക്ക് കൊണ്ടുപോയി. അവിടെ കടന്നു ചെന്ന് ഒരാഴ്ച ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം എന്റെ ശരീരത്തിൽ വന്നു. കാരണം അതായത് എന്റെ ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞു, 2 എന്റെ പൾസ് റേറ്റ് തീരെ, അതായത് 18-20 നിന്ന് മുകളിലോട്ട് പോകുന്നില്ലായിരുന്നു, അത്രയും വരെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ശ്വാസമുട്ട് എനിക്ക് രാത്രിയിലോ പകലോ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്റെ ശരീരം മുഴുവനും നീരാണ്. ഞാൻ എഴുന്നേറ്റ് നിന്നാൽ ഞാൻ മറിഞ്ഞു വീഴും. ബാത്റൂമിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. എനിക്ക് ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. എനിക്ക് പേടിയോ ഭയമോ ഒന്നുമില്ല, പക്ഷെ എന്റെ ശരീരത്തിന് യാതൊരുവിധ ബലവുമില്ല. പൂർണ്ണമായിട്ടും നീര് മാത്രമായിട്ട് ഞാൻ ബാത്റൂമിലോ യൂറിനോ ഒന്നും പോകാത്തൊരവസ്ഥ.
എന്റെ ശരീരം ഫുൾ അങ്ങനെ ഒരു ഡൗൺ ആയിട്ട് മാറുവാനായിട്ട് ഇടയായി. എന്നാൽ സംസാരിക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുവാനോ ഒന്നും എനിക്ക് കഴിയില്ല. ഞാൻ പൂർണ്ണമായിട്ട് ഒരു മരിച്ചതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി. അവിടെ വെച്ച് ആ ആംബുലൻസിൽ വെച്ച് ജീവൻ പോയിരുന്നതായ എന്നെ കർത്താവ് ആയുസ്സോടെ 2010 ഇങ്ങനെ ഒരു മരണം എന്റെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിൽ ഇന്ന് 2024 വരെ എന്റെ കർത്താവ് എന്നെ ആയുസ്സോടെ ശേഷിപ്പിച്ചു. മരിച്ചവനായ ഒരു ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസത്തോടെ ആയിരിക്കുന്നു. ദൈവമക്കളെ, എന്നോട് എവിടെയെല്ലാം കൊണ്ടുപോയോ അവിടെയെല്ലാം ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ഇപ്പോൾ എഴുതി തന്നിരിക്കുന്ന മരുന്ന് ജീവിതകാലം മുഴുവനും കഴിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. 2012 നിർത്തിയ മരുന്ന് ഇന്ന് വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആ 2 വർഷക്കാലം മാത്രമേ ഞാൻ മരുന്ന് ഉപയോഗിച്ചുള്ളൂ. എന്നാൽ ഇന്നും ആയുസ്സോടെ ആരോഗ്യത്തോടെ എന്റെ ഭവനത്തിലെ എല്ലാ ജോലികളും ചെയ്യുവാനുള്ള ആരോഗ്യവും കർത്താവ് എനിക്ക് തന്ന് എന്നെ സൗഖ്യത്തോടെ എന്നെ വഴി നടത്തുന്നു. ആ ദൈവത്തിന്റെ മഹത്വം. നിങ്ങളുടെ ജീവിതത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവരെ സൗഖ്യമാക്കുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക. കാരണം എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതിനുശേഷമായിട്ട് എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അവളുടെ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞതിന് ശേഷം അവളെ തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ സാമ്പത്തികമില്ല. ഞങ്ങളെ സഹായിക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് സ്പോൺസർ ചെയ്യുവാനോ മറ്റാരുമില്ലാത്ത അവസ്ഥ. ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലമോ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ലോൺ കിട്ടുകയില്ല. ഞങ്ങൾ അങ്ങനെ അപേക്ഷിച്ചു. ലോണ് വസ്തുവില്ലാത്തവർക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആരും ഞങ്ങൾക്കൊരു പറ്റിയുടെ ഒരു കോപ്പി പോലും തന്ന് സഹായിക്കുവാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതും ലഭിച്ചില്ല. അങ്ങനെ എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം മുടങ്ങി. +2 കഴിഞ്ഞതിന് ശേഷം അവളെ 1 വർഷം B ഫാർമസിക്ക് വിടുവാൻ ഇടയായി. എന്നാൽ ആ എക്സാം എഴുതിക്കുവാനോ അതിന് തുടർ വിദ്യാഭ്യാസം കൊടുക്കുവാനോ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്കുള്ളത് എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുത്തു. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്റെ ദൈവം കരുതണമേ എന്ന് ദൈവസന്നിധിയിൽ പിന്നെയും നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷമായിട്ട് കഴിഞ്ഞ വർഷക്കാലം എന്റെ മോളെ BSc നഴ്സിംഗിന് വിടുവാനായിട്ട് ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നു. അതായത് ഞങ്ങള് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതല്ലാതെ ഒരു മനുഷ്യനോട് ഞങ്ങളുടെ അവസ്ഥയോ ഞങ്ങളുടെ ആവശ്യമോ ഞങ്ങൾ പറഞ്ഞില്ല. എന്നാൽ കർത്താവ് അവരുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടിട്ട് ഒരു ദേവദാസൻ ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, എന്താ മോൾ എന്തോ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, മോളൊന്നും പഠിക്കുന്നില്ല, അവളെ പഠിപ്പിക്കാൻ പറ്റിയില്ല. അവള് പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്നാൽ അവരുടെ സഭയിലുള്ളവരോട് വിളിച്ചു പറഞ്ഞിട്ട് ആ സഭയിലുള്ളവർ അവളുടെ 4 വർഷത്തെ ഫീസ് കൊടുക്കാമെന്ന് ഏറ്റു. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ എടുക്കണം, ഫീസ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് കോളേജിൽ പോകരുതെന്ന് പോകാതിരിക്കരുത്, പഠിക്കാതിരിക്കരുത്, കർത്താവിന്റെ മക്കൾ പഠിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് അവളുടെ 4 വർഷത്തെ ഫീസ് കൊടുക്കുവാനായിട്ടുള്ള വഴി അവർ തുറന്നു വന്നു. എന്നാൽ ഞങ്ങൾ നാട്ടിൽ കടന്നു വന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഞങ്ങൾ നാട്ടിലായിരിക്കുന്നു. ഈ നാട്ടിൽ കടന്നു വന്നതിന് ശേഷം വളരെയധികം, അതായത് എനിക്ക് ശാരീരിക പ്രയാസം ഉണ്ടായത് മുഖാന്തരം എനിക്ക് തണുപ്പിന്റെ സമയത്തും ചൂടിന്റെ സമയത്തും 4-5 മാസം ഞാൻ ബെഡിൽ തന്നെയാണ്. കാരണം ശാരീരികമായി വളരെയധികം പ്രയാസം, എന്റെ ശരീരം മുഴുവൻ നീര് വന്നിട്ട് എനിക്ക് ബ്ലഡ് ഓട്ടം ഇല്ലാത്ത ഒരു അവസ്ഥ എന്റെ ശരീരത്തിലേക്ക് വരുന്നത് കൊണ്ട് എനിക്ക് ഒട്ടും നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നത്. നാട്ടിൽ കടന്നു വന്നെങ്കിലും ചെറിയ ചെറിയ സഭകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ചിറ്റാറിനടുത്ത് കപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു AGയുടെ സഭയുണ്ട്. അവിടെയാണ് ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന്റെ കൃപ അധികമായിട്ട് അനുഭവിക്കുന്ന ഒരു ചെറിയ സഭയാണ്. ഞങ്ങൾക്ക് മോളെ പഠിപ്പിക്കുന്നതിനും അതുപോലെ എന്റെ മോന്റെ വിദ്യാഭ്യാസത്തിനും അവനെ എന്തെങ്കിലും പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിശ്വസ്തനാണ് എന്റെ ദൈവം, ഇതുവരെ നടത്തിയവൻ വിശ്വസ്തനാണ്, ഇനിയും ഞങ്ങളെ അധികമായിട്ട് പരിപാലിക്കുവാൻ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ ഈ ദിവസങ്ങളിൽ ശാരീരികമായി മറ്റൊരു പ്രയാസം എന്റെ ശരീരത്തിലേക്ക് പിശാചായവൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ഇടതുവശത്തെ കിഡ്നിക്ക് നീരും അതുപോലെ എന്റെ യൂറിന്റെ ട്യൂബ് ബ്ലോക്കും ആണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കാരണം ഈ നാളുകളിൽ എനിക്ക് ഭയങ്കര നടുവേദനയാണ്. കൊണ്ടുചെന്ന് കാണിക്കുന്ന സമയത്ത് സ്കാനിങ്ങിലൂടെ ഇത് തെളിയുവാനായിട്ട് ഇടയായി. എന്നാൽ ദൈവത്താൽ കഴിയാത്തതൊന്നും എന്റെ
ജീവിതത്തിൽ ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതുവരെ മറ്റൊരു ട്രീറ്റ്മെന്റുകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ആ കാര്യങ്ങളൊന്ന് ചെയ്യുന്നതിനോ ഒന്നും ഇടയായിട്ടില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ഹിതം മാത്രം എന്റെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ. ഒന്ന് എന്റെ ജീവിതത്തിലെ ആഗ്രഹമാണ്, ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്ന് മാത്രമാണ്. കർത്താവ് സൂ മീറ്റിംഗിലൂടെ ആയാലും എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ എനിക്ക് വർണ്ണിക്കുവാൻ, ഇനിയും എന്റെ ദൈവം തരുന്ന ആയുസ് മുഴുവൻ എനിക്കത് ഉപയോഗപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനേക സൂ മീറ്റിങ്ങുകളിലൂടെ എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ എന്റെ ദൈവം ഓരോ ദിവസവും എനിക്ക് അവസരങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇനി അല്പസമയം എനിക്ക് ഇങ്ങനെ സാക്ഷ്യം പറയുവാനായിട്ടുള്ള അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയോടും ഇതിന്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിപ്പാനും ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാനും ഒക്കെ കർത്താവ് സഹായിച്ചതിന് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തട്ടെ, സൗഖ്യമാക്കട്ടെ. പൈതന്റെ ജീവിതത്തിന് വേണ്ടുന്ന വഴികളെ ഒക്കെ കർത്താവ് തുറന്നു കൊടുക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ആശംസിക്കുന്നു കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നല്ല ദൈവമേ, സുക്രിസ്ത പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വൈകിയ സമയത്തിനായി സ്തോത്രം. ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സൂ മീറ്റിംഗ് ആയി കടന്നു വന്ന് എന്റെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം എന്നിലൂടെ കർത്താവെ നീ വിളമ്പിയതായിട്ടുള്ള ഈ വചനങ്ങൾ, ഹല്ലേലൂയ, നീ എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ എന്റെ ദൈവം ഇടയാക്കിയല്ലോ കർത്താവ്. അത് അനേകരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വർധന കാരണമായി തീരുവാൻ, ആത്മീയ കൃപകളെ അനുഭവിക്കുവാൻ കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവയിടയാക്കുമറകണം. കർത്താവെ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അവരുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുവാനായിട്ട് ഇളയവള് പ്രാർത്ഥിക്കുന്നു. അത് അനേകരുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുവാൻ, എന്റെ ജീവിതത്തിൽ ജീവനെ മടക്കി തന്ന കർത്താവ് അനേകരുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് അവർ വിശ്വസിക്കുവാനും അതിലൂടെ അത്ഭുതങ്ങളെ അവർ അനുഭവിച്ചറിയുവാനും സ്വർഗത്തിലെ ദൈവയിടയാക്കുമറകണം. പ്രത്യേക കർത്താവിന്റെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് നന്ദി കർത്താവേ. ഞങ്ങളുടെ ശബ്ദങ്ങൾ അനേകർ കേൾക്കുവാൻ ഇത് മുഖാന്തരം ഇടയാക്കുമറകണം. നിന്റെ മകളുടെ ജീവിതത്തിൽ, നിന്റെ മക്കളുടെ കുടുംബ ജീവിതത്തിലും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹങ്ങളെ പകർന്നു മാനിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളായിരിക്കുന്ന ദേശത്ത് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഇനിയും പ്രയോജനപ്പെടുവാൻ സ്വർഗ ഇടയാക്കുമറകണം. അനേകർ ഇതുപോലെ കടന്നു വന്ന് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുകയാണ്. യേശുവിന്റെ നാമത്തെ സമർപ്പിക്കുന്ന കൃപ ഒന്ന് കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. ദേവദാസിയെ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു.